in 1 Corinthians 6th chapter, 1 കൊരിന്ത്യർ 6-ാം അധ്യായത്തിൽ here God tells us in the 9th verse, 9-ാം വാക്യത്തിൽ ദൈവം ഇങ്ങനെ പറയുന്നു, know ye not that the unrighteous shall not inherit the kingdom of God? അന്യായം ചെയ്യുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്ന് അറിയുന്നില്ലയോ? Don't be deceived. നിങ്ങളെ തന്നെ വഞ്ചിക്കാതിരിപ്പേൻ. Neither fornicators, ദുർനടപ്പുകാർ, nor idolaters, വിഗ്രഹാരാധികൾ, nor adulterers, വ്യഭിചാരികൾ, nor effeminate, സ്വയഭോഗികൾ, nor abusers of themselves with mankind, പുരുഷകാമികൾ, nor thieves, കള്ളന്മാർ, nor covetous, അത്യാഗ്രഹികൾ, nor drunkards, മദ്യപന്മാർ, nor revilers, വാവിഷ്ഠാണക്കാർ, nor extortioners പിടിച്ചുപറിക്കാർ shall inherit the kingdom of God. എന്നിവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല. The unrighteous will not inherit the kingdom of God. അന്യായം ചെയ്യുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല. My dear friends, എന്റെ പ്രിയ സുഹൃത്തുക്കളെ, you know, some people think by giving a little gold or by giving a little silver to some deity, oh, they will get a lot of punyam. കുറച്ച് പൊന്ന്, കുറച്ച് വെള്ളി ഒരു ദേവന് കൊടുക്കുന്നതിലൂടെ വളരെ പുണ്യം കിട്ടുമെന്ന് ചിലർ കരുതുന്നു. We had a neighbor of ours, a lawyer's wife, who went to see the Queen of England. ഞങ്ങളുടെ അയൽവാസികളിൽ ഒരുവൾ, ഒരു അഭിഭാഷകന്റെ ഭാര്യ, അവൾ ഇംഗ്ലണ്ട് രാജ്ഞിയെ കാണാൻ പോയി. And she said, അവൾ പറഞ്ഞു, I gave gold to the Queen. ഞാൻ രാജ്ഞിക്ക് പൊന്നു കൊടുത്തുവെന്ന്. My dear friends, എന്റെ പ്രിയ സുഹൃത്തുക്കളെ, what do you want me to say? ഞാൻ എന്ത് പറയണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു? I went by Buckingham Palace many times. ഞാൻ പലവട്ടം ബക്കിംഗ്ഹാം പാലസിന്റെ സമീപത്ത് കൂടി പോയിട്ടുണ്ട്. Nobody invited me inside. ആരും എന്നെ അകത്ത് ക്ഷണിച്ചില്ല. But I can go to the King of Kings, the Lord of Lords. എന്നാൽ എനിക്ക് രാജാതി രാജാവും കർത്താതി കർത്താവുമായവന്റെ സമീപത്ത് പോകാം. If you ask anything in my name, said Jesus, I will give it to you. നിങ്ങൾ എന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നതൊക്കെയും ഞാൻ നിങ്ങൾക്ക് നൽകുമെന്ന് യേശു പറഞ്ഞു. So in the name of Jesus, അതിനാൽ യേശുവിന്റെ നാമത്തിൽ I can go before the King of Kings without making an appointment. ഒരു നിയമനവും എടുക്കാതെ തന്നെ രാജാതി രാജാവിന്റെ സന്നിധിയിൽ എനിക്ക് പോകാൻ കഴിയും. Can I go to the Prime Minister without an appointment? അപ്പോയിന്റ്മെന്റ് ഇല്ലാതെ എനിക്ക് പ്രധാനമന്ത്രിയെ കാണാൻ പോകാൻ കഴിയുമോ? He is a busy man. Would he want to see me? I doubt it. അദ്ദേഹം വളരെ തിരക്കുള്ള ആളാണ്. അദ്ദേഹം എന്നെ കാണാൻ ആഗ്രഹിക്കുമോ? എനിക്ക് സംശയമുണ്ട്. Why should God see a sinner like me? എന്നെ പോലുള്ള ഒരു പാപിയെ ദൈവം എന്തിനാണ് കാണേണ്ടത്? Why should he speak to me? അവൻ എന്തുകൊണ്ട് എന്നോട് Why സംസാരിക്കണം? should he say, come unto me? എല്ലാവരും എന്റെ I അടുക്കൽ വരുവിൻ, will give you rest. ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കുമെന്ന് അവൻ എന്തുകൊണ്ട് പറയണം? Why should the Lord Jesus say, as many as received me, I give them power to be the sons of God? എന്നെ കൈക്കൊള്ളുന്ന ഏവർക്കും ദൈവമക്കൾ ആകുവാൻ ഞാൻ അധികാരം കൊടുക്കുന്നുവെന്ന് കർത്താവായ യേശു എന്തിനാണ് പറയേണ്ടത്? My dear എന്റെ പ്രിയ friends, സുഹൃത്തുക്കളെ, you want to lose all that ഇതെല്ലാം നഷ്ടപ്പെടുത്താൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ? because of a moment's sinful pleasure? ഒരു നിമിഷത്തെ പാപസുഖത്തിനായി? How long does the pleasure that comes from sin പാപം last? തരുന്ന ആനന്ദം എത്ര നേരം നിലനിൽക്കും? How long does an evil conscience trouble a man? ദുഷ്ട മനസാക്ഷി ഒരാളെ എത്ര നാൾ പീഡിപ്പിക്കും?
Oh, some people suffer from an unclean conscience. ഓ ചിലർ മലിനമായ മനസാക്ഷിയാൽ പീഡിതരാകുന്നു. One man said to me, ഒരു മനുഷ്യൻ എന്നോട് പറഞ്ഞു, I killed my girl baby. ഞാൻ എൻ്റെ പെൺകുഞ്ഞിനെ കൊന്നുവെന്ന്. I had 3 daughters and then another girl was born. എനിക്ക് 3 പെൺമക്കൾ ഉണ്ടായിരുന്നു, പിന്നെ മറ്റൊരു പെൺകുഞ്ഞും ജനിച്ചു. So when my wife went somewhere, I killed my baby. ഭാര്യ പുറത്തു പോയപ്പോൾ ഞാൻ എൻ്റെ കുഞ്ഞിനെ കൊന്നു. Another young man said to me, മറ്റൊരു യുവാവ് എന്നോട് പറഞ്ഞു, in my sin, I brought my girlfriend brought forth a baby. എൻ്റെ പാപത്തിലൂടെ എൻ്റെ കൂട്ടുകാരി ഒരു കുഞ്ഞിനെ പ്രസവിച്ചു എന്ന്. I took that boy to a high mountain and threw him. ആ ആൺകുഞ്ഞിനെ ഞാൻ ഒരു ഉയർന്ന മലമുകളിൽ കൊണ്ടുപോയി വലിച്ചെറിഞ്ഞു. He was a drunkard and an evil boy, young man. അവൻ ഒരു മദ്യപനും ദുഷ്ടനുമായ യുവാവായിരുന്നു. And he knew nothing about the Bible or Jesus Christ. അവൻ ബൈബിളിനെ കുറിച്ചും കർത്താവായ യേശുവിനെ കുറിച്ചും ഒന്നും അറിയില്ലായിരുന്നു. But when he heard about the loving Savior who would forgive him, എന്നാൽ തന്റെ പാപങ്ങളെ ക്ഷമിക്കുന്ന സ്നേഹമുള്ള രക്ഷിതാവിനെ കുറിച്ച് അവൻ കേട്ടപ്പോൾ he turned from all his sins. തന്റെ എല്ലാ പാപങ്ങളിൽ നിന്നും അവൻ തിരിഞ്ഞു. He went to the police. അവൻ പോലീസിന്റെ അടുത്തേക്ക് പോയി. And he told the police, this is what I did with my son. ഞാൻ എൻ്റെ മകനോട് ഇങ്ങനെ ചെയ്തു എന്ന് പോലീസിനോട് പറഞ്ഞു. But the police said, there's no evidence and you're such a beastly man. We are not going to take any action. പക്ഷേ പോലീസ് പറഞ്ഞു, തെളിവൊന്നുമില്ല, നീ ഒരു മൃഗസദർശനായ ആളാണ്, ഞങ്ങൾ യാതൊരു നടപടിയും എടുക്കാൻ പോകുന്നില്ല. But എന്നാൽ Jesus transformed that young man. യേശു ആ യുവാവിനെ രൂപാന്തരപ്പെടുത്തി. And his family became a new family. അവന്റെ കുടുംബം ഒരു പുതിയ കുടുംബമായി മാറി. What does the Bible say? ബൈബിൾ എന്താണ് പറയുന്നത്? The unrighteous will not inherit the kingdom of God. അന്യായം ചെയ്യുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല. Fornicator, ദുർനടപ്പുകാർ, those that abuse themselves in homosexuality and lesbianism. സ്വർഗഭോഗത്തിൽ തങ്ങളെ തന്നെ മലിനപ്പെടുത്തുന്നവർ. My dear friends, എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ, when you see somebody, a stranger walking on the street, നിങ്ങൾ തെരുവിലൂടെ നടക്കുമ്പോൾ ഒരു അന്യനെ കാണുമ്പോൾ and your son goes to that person നിങ്ങളുടെ മകൻ ആ വ്യക്തിയുടെ അടുത്തേക്ക് ചെന്ന് and says to that lady, ആ സ്ത്രീയോട്, you're my mother, നിങ്ങളാണ് എൻ്റെ അമ്മ, not that woman there, അവിടെയുള്ള ആ സ്ത്രീ അല്ല എന്ന് you're പറയുകയാണെങ്കിൽ my mother. നിങ്ങളാണ് എൻ്റെ അമ്മ. What an insult it is to your mother. അത് നിങ്ങളുടെ യഥാർത്ഥ അമ്മയ്ക്ക് എത്ര അപമാനമാണ്. What have we done? നാം എന്താണ് ചെയ്തിരിക്കുന്നത്? We make anybody, even an ordinary man, an object of worship. This is നാം God. ആരെയെങ്കിലും ഒരു സാധാരണ മനുഷ്യനെ പോലും ആരാധനയുടെ വസ്തുവാക്കി മാറ്റുന്നു. ഇതാണ് And ദൈവം we എന്ന് നാം worship പറയുന്നു. our lorries, we worship our cars, we worship our tables, anything. നാം നമ്മുടെ ലോറിയെയും നമ്മുടെ കാറുകളെയും നമ്മുടെ മേശകളെയും എന്തിനേയും ആരാധിക്കുന്നു. What does God say? ദൈവം എന്താണ് പറയുന്നത്? Everyone who worships idols
will not inherit the kingdom of God. വിഗ്രഹങ്ങളെ ആരാധിക്കുന്ന ഏവരും ദൈവരാജ്യം അവകാശമാക്കുകയില്ല. My grandfather, എന്റെ മുത്തച്ഛൻ, he knew Sanskrit. അദ്ദേഹം He സംസ്കൃതം studied the അറിയുന്ന Vedas. ആളായിരുന്നു. അദ്ദേഹം He was വേദങ്ങൾ പഠിച്ചിരുന്നു. the leader. അദ്ദേഹം മാർഗദർശകനായിരുന്നു. He was a bhakta. അദ്ദേഹം ഒരു ഭക്തനായിരുന്നു. Then Jesus met him. പിന്നീട് യേശു അദ്ദേഹത്തെ കണ്ടുമുട്ടി. And he was transformed. അദ്ദേഹം പൂർണ്ണമായി മാറ്റപ്പെട്ടു. He became a poor man to follow Jesus. യേശുവിനെ പിന്തുടരുന്നതിനായി അദ്ദേഹം ദരിദ്രനായി തീർന്നു. His enormous wealth, he left it all. അദ്ദേഹത്തിന്റെ വലിയ സമ്പത്തൊക്കെയും അദ്ദേഹം ഉപേക്ഷിച്ചു. My dear friends, എന്റെ പ്രിയ സുഹൃത്തുക്കളെ, what will your wealth buy you? നിങ്ങളുടെ സമ്പത്ത് നിങ്ങൾക്ക് എന്ത് വാങ്ങിക്കൊടുക്കും? It may buy you a golden grave. അത് നിങ്ങൾക്ക് ഒരു പൊന്നുകൊണ്ട് നിർമ്മിച്ച ശവപ്പെട്ടി വാങ്ങിക്കൊടുത്തേക്കാം. It may buy you a silver casket. അത് നിങ്ങൾക്കൊരു വെള്ളി ശവപ്പെട്ടി വാങ്ങി തന്നേക്കാം. But എന്നാൽ is it going to bring you eternal life? അത് നിങ്ങൾക്ക് നിത്യജീവൻ കൊണ്ടുവരുമോ? No. ഇല്ല. And today, ഇന്ന് ബാംഗ്ലൂർ is full of money. പണത്താൽ നിറഞ്ഞിരിക്കുന്നു. And people have become worshippers of money. ആളുകൾ പണത്തിന്റെ ആരാധകരായി മാറിയിരിക്കുന്നു. Oh, they say, if I have a little piece of real estate, അവർ പറയുന്നു, എനിക്കൊരു ചെറിയ ഭൂമി ഉണ്ടെങ്കിൽ, if I build a house, ഞാൻ ഒരു വീട് പണിയുകയാണെങ്കിൽ, if I build a big IT company, ഞാൻ ഒരു വലിയ IT കമ്പനി ഉണ്ടാക്കുകയാണെങ്കിൽ, everybody will praise me. I am a big man. എല്ലാവരും എന്നെ പ്രശംസിക്കും, ഞാൻ ഒരു വലിയ ആളാണ്. You do not have any place in eternity. നിത്യതയിൽ നിങ്ങൾക്കൊരു സ്ഥാനവുമില്ല. The unrighteous അന്യായം ചെയ്യുന്നവർ will not inherit the kingdom of God. ദൈവരാജ്യം അവകാശമാക്കുകയില്ല. One young woman ഒരു യുവതി came to my meeting one day in South America, in Guyana. ദക്ഷിണ അമേരിക്കയിലെ ഗയാനയിൽ ഒരു ദിവസം എന്റെ യോഗത്തിലേക്ക് വന്നു. She heard from her friend, അവൾ തന്റെ സുഹൃത്തിൽ നിന്നും കേട്ടാണ് വന്നത്. and her friend told her അവളുടെ സുഹൃത്ത് അവളോട് how she had come to the meetings and the demons were cast out. ഈ യോഗങ്ങളിലേക്ക് വന്നപ്പോൾ ഭൂതങ്ങൾ അവളിൽ നിന്ന് എങ്ങനെ പുറപ്പെട്ടു പോയി എന്ന് പറഞ്ഞിരുന്നു. Listen, ശ്രദ്ധിക്കുക. I heard from her and her husband, who was an officer, അവളിൽ നിന്നും അവളുടെ ഓഫീസറായ ഭർത്താവിൽ നിന്നും ഞാൻ കേട്ടു how much she had suffered. അവൾ എത്ര ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിരുന്നുവെന്ന്. Oh, even healers, preachers, all kinds of suffering they put her to. സൗഖ്യമാക്കുന്നവരും പ്രസംഗകരും എല്ലാ തരത്തിലുള്ള പീഡനങ്ങൾക്കും അവളെ വിധേയയാക്കി. When I prayed for her, ഞാൻ അവൾക്കായി പ്രാർത്ഥിച്ചപ്പോൾ the demons fled. ഭൂതങ്ങൾ ഓടിപ്പോയി. Jesus commanded them to flee. I can't do യേശു that. അവയോട് ഓടിപ്പോകാൻ കൽപ്പിച്ചു. എനിക്ക് അത് ചെയ്യാൻ കഴിയില്ല. When she told that to her friend, അവൾ ഇത് തന്റെ സുഹൃത്തിനോട് പറഞ്ഞപ്പോൾ this other girl was a teacher. ആ മറ്റൊരു പെൺകുട്ടി ഒരു അധ്യാപികയായിരുന്നു. Every full moon and new moon, she would disrobe, remove all her clothes. ഓരോ പൗർണമിയിലും അമാവാസിയിലും അവൾ എല്ലാ വസ്ത്രങ്ങളും അഴിക്കുമായിരുന്നു. And she was demon possessed. അവൾ ഭൂതഗ്രസ്തയായിരുന്നു. Her sister committed suicide. അവളുടെ സഹോദരി ആത്മഹത്യ ചെയ്തു. And her family were the leaders in the puja. അവളുടെ കുടുംബം പൂജയിൽ പ്രധാനികളായിരുന്നു. And
They were the leading family there in the temple. അവർ അവിടെയുള്ള ക്ഷേത്രത്തിലെ പ്രമുഖ കുടുംബമായിരുന്നു. And the Guru worship also, they were the most prominent. ഗുരുപൂജയിലും അവർ ഏറ്റവും പ്രമുഖരായിരുന്നു. But എന്നാൽ their family was experiencing all this suffering. ആ കുടുംബം ഇത്രയും ദുരിതങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. This girl came to one meeting. ഈ പെൺകുട്ടി ഒരു യോഗത്തിലേക്ക് വന്നു. She told me a little about her condition. അവൾ തന്റെ നിലയെക്കുറിച്ച് കുറച്ച് എന്നോട് പറഞ്ഞു. I did not have much time with her. എനിക്ക് അവളോടൊപ്പം ചെലവഴിക്കാൻ അധികം സമയം ഉണ്ടായിരുന്നില്ല. But just a minute or two I spoke and prayed. എന്നാൽ ഒരു മിനിറ്റ് അല്ലെങ്കിൽ 2 മിനിറ്റുകൾ മാത്രം ഞാൻ സംസാരിക്കുകയും The പ്രാർത്ഥിക്കുകയും demons ചെയ്തു. fled. ഭൂതങ്ങൾ ഓടിപ്പോയി. She joined for 8 years. She had not been able to work. 8 വർഷമായി അവൾക്ക് ജോലി ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല. I went to her family. ഞാൻ അവളുടെ വീട്ടിലേക്ക് പോയി. Her father, അവളുടെ അച്ഛനും her mother, അമ്മയും who were leaders in that community, അവർ ആ സമൂഹത്തിൽ പ്രധാനികളായിരുന്നു. and in the pujas, പൂജകളിലും they were completely changed. അവർ പൂർണ്ണമായും മാറി. There was peace in that family. ആ വീട്ടിൽ സമാധാനമുണ്ടായി. You know, these evil spirits, നിങ്ങൾക്കറിയാമോ ഈ they ദുഷ്ടാത്മാക്കൾ are seeking to destroy you. നിങ്ങളെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നു. Oh, how many people I see suffering. എത്രയോ ആളുകൾ കഷ്ടപ്പെടുന്നത് ഞാൻ കാണുന്നു. Please remember, ദയവായി ഓർക്കുക, religion does not mean jumping and dancing for some minutes. മതം എന്നത് ചില മിനിറ്റുകൾ ചാടി നൃത്തം ചെയ്യുന്നതല്ല. Don't imagine that it is looking at some preacher like me. എന്നെ പോലെയുള്ള ഒരു പ്രസംഗിയെ നോക്കുന്നതാണെന്ന് I കരുതരുത്. am only a man. ഞാൻ ഒരു മനുഷ്യൻ മാത്രമാണ്. The Savior speaks the word and delivers you. രക്ഷിതാവ് വചനം സംസാരിച്ച് നിങ്ങളെ മോചിപ്പിക്കുന്നു. And he makes you an inheritor of the kingdom of heaven. അവൻ നിങ്ങളെ സ്വർഗരാജ്യത്തിന്റെ അവകാശികളാക്കുന്നു. My dear friends, one of these days you and I have to close our eyes in death. എന്റെ പ്രിയ സുഹൃത്തുക്കളെ, ഒരു ദിവസം നിങ്ങളും ഞാനും മരിക്കും. At that time, ആ സമയത്ത് you will not take your suitcase with you. നിങ്ങളുടെ സൂട്ട്കേസ് നിങ്ങളോടൊപ്പം കൊണ്ടുപോകാൻ കഴിയില്ല. You will not pack your beautiful saris to carry with you. നിങ്ങളുടെ മനോഹരമായ സാരികൾ പൊതിഞ്ഞു കൊണ്ടുപോകാൻ നിങ്ങൾക്കാവില്ല. You will not take your lovely mirror to look at your face. മുഖം നോക്കാൻ നിങ്ങളുടെ സുന്ദരമായ കണ്ണാടി നിങ്ങളോടൊപ്പം കൊണ്ടുപോകാൻ കഴിയില്ല. You will not run to the bank to withdraw all the money before you die. മരണത്തിന് മുൻപ് മുഴുവൻ പണവും പിൻവലിക്കാൻ നിങ്ങൾ ബാങ്കിലേക്ക് ഓടിപ്പോകുകയില്ല. In one moment's ഒരു time, നിമിഷത്തിനുള്ളിൽ you have to meet God. നിങ്ങൾ ദൈവത്തെ കണ്ടുമുട്ടേണ്ടി വരും. How are your hands? നിങ്ങളുടെ കൈകൾ എങ്ങനെയുണ്ട്? What does God say? ദൈവം എന്താണ് പറയുന്നത്? Oh, you know, we pray like this, isn't it? We pray like this. നിങ്ങൾക്കറിയാമോ, നാം ഇങ്ങനെ പ്രാർത്ഥിക്കാറുണ്ട് അല്ലേ? When you lift up your hands to pray, says God, നിങ്ങൾ കൈ ഉയർത്തി പ്രാർത്ഥിക്കുമ്പോൾ ദൈവം പറയുന്നു, I will hide my face from you. ഞാൻ എൻ്റെ മുഖം നിങ്ങളിൽ നിന്ന് മറയ്ക്കും. When you make many prayers, നിങ്ങൾ അനവധി പ്രാർത്ഥനകൾ പ്രാർത്ഥിക്കുമ്പോൾ, oh, you know, prayers, shlokas, we are full of these. നിങ്ങൾക്കറിയാമോ, പ്രാർത്ഥനകൾ, ശ്ലോകങ്ങൾ, ഈ കാര്യങ്ങൾ കൊണ്ട് നാം നിറഞ്ഞവരാണ്. But എന്നാൽ go to any office. ഏതെങ്കിലും ഓഫീസിൽ പോകുവേൻ, A poor man has no chance there. ഒരു ദരിദ്രന് അവിടെ ഒരു അവസരവുമില്ല. A poor man ഒരു cannot പാവപ്പെട്ടവന് even go to a court. കോടതിയിൽ പോകാൻ പോലും കഴിയില്ല.
My dear people, എന്റെ പ്രിയ ജനങ്ങളെ, without righteousness, നീതിയില്ലാതെ you cannot inherit the kingdom of heaven. നിങ്ങൾ ദൈവരാജ്യം അവകാശമാക്കുകയില്ല. Last of all, അവസാനമായി turn again to Matthew 5th chapter. മത്തായി 5-ാം അധ്യായത്തിലേക്ക് തിരിക്കുവിൻ. God says, ദൈവം പറയുന്നു, blessed, blessed are they who mourn, ദുഃഖിക്കുന്നവർ for ഭാഗ്യവാന്മാർ, they shall be comforted. അവർക്ക് ആശ്വാസം ലഭിക്കും. Is there anybody here who mourns for Bangalore? ഇവിടെ ബംഗളൂരിനായി ദുഃഖിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? You know, people think, oh, America is so wonderful. അമേരിക്ക എത്ര മനോഹരമാണെന്ന് ജനങ്ങൾ കരുതുന്നു. No. ഇല്ല. America, in its pursuit for the dollar, for money, is losing its family. അമേരിക്ക ഡോളറിനെയും പണത്തിനെയും പിന്തുടരുന്നതിനിടെ തന്റെ കുടുംബത്തെ നഷ്ടമാക്കുകയാണ്. When you lose your family, നിങ്ങളുടെ കുടുംബം നഷ്ടപ്പെടുമ്പോൾ what have you got? നിങ്ങൾക്ക് എന്താണ് ഉള്ളത്? How can your dollars make you happy? നിങ്ങളുടെ ഡോളറുകൾ നിങ്ങളെ എങ്ങനെ സന്തോഷിപ്പിക്കും? Here Jesus says, ഇവിടെ യേശു പറയുന്നു, blessed are they that mourn. ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ. Wow, you know, I mourned for India. എന്തുകൊണ്ടെന്ന് അറിയാമോ? ഞാൻ ഇന്ത്യക്കായി I ദുഃഖിക്കുന്നു. shed tears for several ഞാൻ countries. നിരവധി രാജ്യങ്ങൾക്കായി കണ്ണീർ I ഒഴുക്കുന്നു. have shed many tears in some of the countries of Europe. യൂറോപ്പിലെ ചില രാജ്യങ്ങളിൽ ഞാൻ ധാരാളം കണ്ണീർ ഒഴിച്ചിട്ടുണ്ട്. They're running after this and running after that. അവർ ഈ കാര്യത്തിനും ആ കാര്യത്തിനും പിന്നിൽ ഓടുകയാണ്. But you can't see one happy face. എന്നാൽ നിങ്ങൾക്ക് ഒരു സന്തോഷമുള്ള മുഖം പോലും കാണാനാകില്ല. Paris is called the city of lights. Paris. പാരീസ് പ്രകാശ നഗരമെന്ന് വിളിക്കപ്പെടുന്നു. പാരീസ്. But എന്നാൽ full of depressed people. വിഷാദ രോഗികളാൽ നിറഞ്ഞിരിക്കുന്നു. Today, depression has become a big disease. ഇന്ന് വിഷാദം ഒരു വലിയ രോഗമായി മാറിയിരിക്കുന്നു. Everywhere we want psychiatrists, we want somebody in this trauma to എല്ലായിടത്തും നമുക്ക് comfort മനോരോഗ the people. വിദഗ്ധർ വേണം. ഈ മാനസിക ബുദ്ധിമുട്ടുകളിൽ ആളുകളെ ആശ്വസിപ്പിക്കാൻ ആരെങ്കിലും We വേണം. don't have enough psychiatrists. നമുക്ക് മതിയായ മനോരോഗ വിദഗ്ധർ ഇല്ല. Suicide rate among psychiatrists is one of the highest. ഇപ്പോൾ മനോരോഗ വിദഗ്ധരിൽ ആത്മഹത്യ നിരക്ക് ഏറ്റവും ഉയർന്നവയിൽ ഒന്നാണ്. Divorce rate amongst doctors is the highest. ഡോക്ടർമാരിൽ വിവാഹമോചന നിരക്ക് ഏറ്റവും ഉയർന്നതാണ്. But what does Jesus say? എന്നാൽ യേശു എന്താണ് പറയുന്നത്? Blessed are you. നിങ്ങൾ I will ഭാഗ്യവാന്മാർ, bless you ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും. when you confess your sin. നിങ്ങൾ നിങ്ങളുടെ പാപങ്ങൾ ഏറ്റുപറയുമ്പോൾ, When you mourn for your നിങ്ങളുടെ unrighteousness. അധർമ്മങ്ങൾക്കായി നിങ്ങൾ ദുഃഖിക്കുമ്പോൾ, When you mourn for the nation. നിങ്ങൾ ദേശത്തിനായി ദുഃഖിക്കുമ്പോൾ, I will bless you. ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും. I will comfort you. ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. Let us pray. നമുക്ക് പ്രാർത്ഥിക്കാം. Let us tell God, നമുക്ക് ദൈവത്തോട് പറയാം, oh God, ഓ ദൈവമേ, I mourn for everything. ഞാൻ എല്ലാറ്റിനും ദുഃഖിക്കുന്നു. I get worried for everything. എല്ലാറ്റിനും ഞാൻ ആശങ്കപ്പെടുന്നു. But I don't mourn about my എന്നാൽ എന്റെ unrighteousness. അനീതിയെക്കുറിച്ച് ഞാൻ ദുഃഖിക്കുന്നില്ല. I don't mourn for the bribery in every office. ഓരോ ഓഫീസുകളിലും വാങ്ങുന്ന കൈക്കൂലിക്കായി ഞാൻ ദുഃഖിക്കുന്നില്ല. Forgive me. എന്നോട് ക്ഷമിക്കണമേ. Cleanse me from my sins. എന്റെ പാപങ്ങളിൽ നിന്നും എന്നെ വെടിപ്പാക്കണമേ. I want to inherit eternal life. എനിക്ക് നിത്യജീവൻ അവകാശമായി ലഭിക്കണം. Forgive me. എന്നോട് ക്ഷമിക്കണമേ. My soul should not go to എന്റെ hellfire. ആത്മാവ് നരകാഗ്നിയിലേക്ക് പോകരുത്. Jesus, യേശുവേ, I fall at your feet. ഞാൻ നിന്റെ പാദങ്ങളിൽ വീഴുന്നു.
You became the prayashchit bali for my sin. എന്റെ പാപങ്ങൾക്കായി നീ പ്രായശ്ചിത്ത ബലിയായി. You cleanse me and bless me. അവിടുന്ന് എന്നെ ശുദ്ധീകരിക്കണമേ, എന്നെ അനുഗ്രഹിക്കണമേ. Pray in your heart. നിങ്ങളുടെ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവിൻ. God will touch you now. ദൈവം ഇപ്പോൾ നിങ്ങളെ സ്പർശിക്കും. God will heal you now. ദൈവം ഇപ്പോൾ നിങ്ങളെ സുഖപ്പെടുത്തും. Oh great God, മഹാനായ ദൈവമേ, bless these dear people. ഈ പ്രിയപ്പെട്ട ജനങ്ങളെ അനുഗ്രഹിക്കണമേ. Give them a new heart. അവർക്കൊരു പുതിയ ഹൃദയം നൽകണമേ. Bless their family അവരുടെ കുടുംബങ്ങളെ with your അനുഗ്രഹിക്കണമേ. great salvation. നിന്റെ മഹത്തായ രക്ഷയാൽ. In Jesus' name. യേശുവിന്റെ നാമത്തിൽ Amen. ആമേൻ.